और मित्रों, ये एलडीएफ, यूडीएफ, एलडीएफ, केरल की जनता ने कई साल तक दोनों को मौके दिए, मगर दोनों ने किया क्या? हिंसा, भ्रष्टाचार, वोट बैंकों की निर्मिति, एपीसमेंट और देश विरोधी तत्वों का केरल में पनाहगाह बनाने का काम किया है। പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജനങ്ങൾ എൽഡിഎഫിനും യുഡിഎഫിനും നിരവധി അവസരങ്ങൾ നൽകിയിരുന്നു. പക്ഷേ അവരെന്താണ് തിരിച്ചു നൽകിയത്? അക്രമവും എന്നതിനും അപ്പുറത്തേക്ക് ഈ കേരളത്തെ ദേശവിരുദ്ധ നറേറ്റീവുകളുടെ, ദേശവിരുദ്ധന്മാരുടെ താവളമാക്കി കൂടി അവർ മാറ്റിയിരിക്കുന്നു. मित्रों, जब पीएफआई की गतिविधि इतनी बढ़ी, मोदी जी ने पीएफआई पर प्रतिबंध डाला। मैं आज पूछना चाहता हूं, जिस धाराओं के तहत मोदी जी ने पीएफआई पर प्रतिबंध किया, वो सारी धाराएं केरल सरकार के पास भी सारी शक्तियां थी। क्यों केरल की लेफ्ट सरकार ने पीएफआई को प्रतिबंधित नहीं किया? और पीएफआई बढ़ता 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 भारत के अन्य हिस्सों में जब गया, तब मोदी जी ने पीएफआई को बैन कर सारे राष्ट्र विरोधी लोगों को जेल की सलाखों के पीछे डालने का काम किया। പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയം, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന മതതീവ്രവാദ രാഷ്ട്രീയത്തെ തടയിട്ടത് നരേന്ദ്രമോദി സർക്കാരാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പിഎഫ്ഐക്കെതിരെ എന്ത് നടപടിയാണ് ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എടുത്തതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിഎഫ്ഐയെ മോദി സർക്കാർ നിരോധിച്ച ശേഷവും കേരളത്തിൽ അവരുടെ പ്രവർത്തനം സജീവമാണ്. പക്ഷേ കേരളത്തിലും അകത്തും പുറത്തുമുള്ള മുഴുവൻ മതതീവ്രവാദികളെയും ജയിലിനകത്ത് പിടിച്ചിടാൻ, ജയിലിലിടാൻ സാധിച്ചത് നരേന്ദ്രമോദിക്ക് മാത്രമാണ്. भाइयों बहनों, आज मैं केरल की जनता को कहने आया हूं, आप परिवर्तन चाहते हैं तो एलडीएफ को वोट देते हैं और यूडीएफ को निकालने के लिए एलडीएफ को वोट देते हैं, मगर दोनों परिवर्तन नहीं कर सकते। अब समय आ गया है कि परिवर्तन करने के लिए, विकसित केरलम बनाने के लिए सीधा भारतीय जनता पार्टी और एनडीए के लिए वोट करिए। കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എൽഡിഎഫിനെ മാറ്റി യുഡിഎഫിനെ മാറ്റി എൽഡിഎഫിനെ കൊണ്ടുവരുന്ന പതിവ് അവസാനിപ്പിക്കണം. ഇത്